മൂന്നോ നാലോ മത്തനില ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു അടിപൊളി കറി തയ്യാറാക്കാം. ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിന് വേറെ ഒന്നും വേണ്ട കേട്ടോ. എന്നാലും ഒരു അച്ചാറോ പപ്പടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ചോറുണ്ണാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ മിക്ക ആൾക്കാർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും, പലരും ചെയ്യുന്ന റെസിപ്പി ആയിരിക്കും. എന്നാലും ഇത് ഇഷ്ടമില്ലാത്ത ഒരാളും ഉണ്ടാവില്ല അല്ലേ. ഇതിന് പ്രത്യേകിച്ച് എരിവോ പുളിയോ ഉപ്പോ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു കറിയെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കിയിട്ടൊക്കെ നോക്കാമല്ലോ. അപ്പോൾ നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ മഴക്കാലത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റവും കൂടിയാണ് ഇത്. അപ്പോൾ ഇതാ ഒരു ചട്ടി ചൂടാകുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഇലക്കറികളൊക്കെ കറി വെക്കുന്ന സമയത്ത് കറിവേപ്പില ചേർക്കണം നിർബന്ധമൊന്നുമില്ല, എന്നാലും ചേർത്താൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകും ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അതുപോലെ വറ്റൽമുളകും ചേർക്കാം. ഞാനിതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1-2 പച്ചമുളക് ചേർക്കാം. ഞാൻ ഒന്നേ എടുക്കുന്നുള്ളൂ. ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എരിവായിരിക്കും കേട്ടോ. ഇത് അധികം എരിവൊന്നും ഇല്ലാത്ത കറി, അതുകൊണ്ട് അത്ര എടുക്കണ്ടു. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഉള്ളിൻ്റെ പച്ചമണം മാറി വരുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ വറ്റൽമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നെ പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഏതെങ്കിലും ഒന്ന് മാത്രം ചേർത്താൽ മതി. രണ്ടും കൂടി ആകുമ്പം നല്ല എരിവാകും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് ഒരുപാടങ്ങ് എരിവില്ല കറിയല്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ എരിവില്ലാത്തതായതുകൊണ്ട് തന്നെ വളരെ ഇതായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. നല്ല എരിവില്ലാത്ത കറി എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവില്ല, അങ്ങനെയുള്ളവർക്കും കൂടിയും കൊടുക്കാം കേട്ടോ ഇത്. അപ്പോൾ അതെല്ലാം വാടി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ചധികം തന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ മേലെയുള്ള ആ ഒരു നേരിയ വെള്ളമല്ല കേട്ടോ, അടിയിലുള്ള കുറച്ച് കട്ടിയായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നാൽ മാത്രമേ കറിക്ക് നല്ലൊരു കൊഴുപ്പുണ്ടാവുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി വെള്ളത്തിൽ ഇത് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അതുപോലെ പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മത്തൻ്റെ ഇലയാണ്. അപ്പോൾ ഒരു 3-4 എണ്ണം നമ്മൾ നല്ലപോലെ കഴുകിയതിന് ശേഷം ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഏകദേശം ഒരു 2 പിടിയോളം വന്നിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഇതിലേക്ക് അങ്ങ് ചേർക്കുന്നുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ മുരിങ്ങയില വെച്ചിട്ടും ഇത് സാധാരണ കറി വെക്കാറുണ്ട് അല്ലേ. മലപ്പുറംകാരുടെ മുരിങ്ങയില താളിപ്പ് കറി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ മത്തനില വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ ഭാഗത്തോട്ടൊന്നും ഈ ഒരു താളിപ്പില്ല. അപ്പോൾ ഇത് വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തതാണ്. അപ്പോൾ അറിയാത്തവരും ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ. അപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. മത്തനില എന്ന് പറയുന്നത് കുറച്ചധികം വേവുള്ള ഇലയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം നമ്മളിത് കുക്ക് ചെയ്യുന്നുണ്ട്. മുരിങ്ങയില പോലെയല്ല. അപ്പോൾ ഇനി ഇത് വറ്റിക്കോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു ചാറോട് കൂടി ഇതുപോലെ തന്നെ എടുക്കുന്ന കറിയാണ്. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഞാനൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്കിത് ഏത് കാലാവസ്ഥയിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഇലയാണ് മത്തനില എന്ന് പറയുന്നത്. ഈ ഒരു സമയം നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാനത് തിരിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുരിങ്ങയില എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കാലവും കഴിക്കാൻ പറ്റില്ല. കർക്കിടക മാസത്തിൽ ഒരു മാസം നമ്മളത് ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ ഈ മത്തനില അതുപോലെയല്ല. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് സുഖമായിട്ട് പറിച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ മത്തനില തോരനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് ചെറിയൊരു മധുരമുള്ളൊരു ഇലയാണ്. അപ്പോൾ കഴിച്ചവർക്ക് അറിയാലോ ഇതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ എണ്ണയിൽ ഒരു ഉള്ളിയൊക്കെ ചേർത്ത് ഒന്ന് താളിച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ടാണ് ഇതിന് താളിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ കടുക് വേണ്ടുന്നവർക്ക് ചേർക്കട്ടെ, ഞാൻ ചേർത്തിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറിയൊന്നും വെക്കാനില്ലെങ്കിൽ ഒന്ന് പറമ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു 3-4 ഇല കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. മഴക്കാലത്തൊക്കെ നല്ല കറിയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. മഴക്കാലത്തൊക്കെ മീൻ കിട്ടാനും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ സാധാരണ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള വിഭവമാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് വരാൻ മറക്കല്ലേ.